ഭൂലോകത്തിന്റെ സ്പന്ദനം മാത്സിലാണെന്ന് പറഞ്ഞ ചാക്കോ മാഷിനെയല്ല ഇനി നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത്. പക്ഷേ ഒരു കണക്കധ്യാപകനാണ്. പക്ഷെ ഈ മാഷിനറിയാം കുട്ടികൾ ക്രിയേറ്റീവ് ആകേണ്ടതും കൂടെ ആവശ്യമാണെന്നുള്ളത്. ഞാൻ തോംസൺ കെ വർഗീസ്, പാലക്കാട് ജില്ലയിലെ ആനക്കര ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ മാത്സ് അധ്യാപകനാണ്. ഹൈസ്കൂൾ വിഭാഗം മാത്സ് അധ്യാപകനാണ്. ഓക്കെ മാഷെ. പക്ഷെ മാഷ്ക്ക് കുട്ടികളോട് ഒരുപാട് ഇഷ്ടമാണല്ലേ? അതെ. പുതിയ കാലത്ത്, കോവിഡ് കാലത്ത് നമ്മളിങ്ങനെ കുട്ടികളുമായിട്ട് നേരിട്ട് കാണാൻ പറ്റാത്ത കുറെ സങ്കടവും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ. അതെ. അപ്പോ നിലവിൽ അവർക്ക് കിട്ടേണ്ടിരുന്ന കുറെ കഴിവുകളൊക്കെ പ്രകാശിപ്പിക്കേണ്ട സമയങ്ങളൊക്കെ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. തീർച്ചയായിട്ടും അതെ. അപ്പൊ അതുകൊണ്ട് അത്തരത്തില് അവരുടെ രചനാവാസനകളും കാര്യങ്ങളും കൂടി പ്രോത്സാഹിപ്പിക്കേണ്ടതല്ലേ എന്ന് തോന്നിയത് കൊണ്ടാണ് ഇത്തരത്തിലുള്ള ചില കാര്യങ്ങൾ നമ്മൾ പ്ലാൻ ചെയ്തത്. ഓക്കെ, അതേക്കുറിച്ച് പറയോ? അതെങ്ങനെയാണ് അതൊരു ഈ പതിപ്പാക്കിയിട്ട് കുട്ടികളുടെ രചനകൾ മാറ്റാൻ സാധിക്കും? യഥാർത്ഥത്തില് നമ്മള് ഗൂഗിൾ ഫോം ഉപയോഗിച്ചുകൊണ്ട് ഇപ്പൊ യഥാർത്ഥത്തിൽ കുറെ പരീക്ഷകളും ഇവാലുവേഷൻ ടെസ്റ്റുകളൊക്കെ കാണുന്നുണ്ട്. 3 കൊല്ലം മുമ്പ് 2018-19 അക്കാദമിക് വർഷത്തില് ആനക്കര സ്കൂൾ തന്നെയാണ് ഈ ഗൂഗിളിന്റെ ഈ ഫ്രീ സർവീസ് ക്ലാസ് മുറിയിലേക്ക് കൊണ്ടുവന്നിട്ടുള്ളത്. അന്ന് ഭവനം ഗണിതം കൗതുകം എന്ന് പറയുന്ന ഒരു മാത്സ് പഠനത്തിന് സഹായിക്കുന്ന ഒരു രീതിയിൽ ഒരു പ്രൊജക്റ്റായിട്ട് SCRT അംഗീകരിക്കുകയുണ്ടായത്. അങ്ങനെ തൃത്താല സബ് ജില്ല മുഴുവൻ അത് പരീക്ഷാടിസ്ഥാനത്തിൽ നടപ്പിലാക്കി വിജയം കണ്ട ഒരു പ്രൊജക്റ്റാണ്. ഇപ്പൊ ഈ കോവിഡ് കാലത്ത് ഏറ്റവും കൂടുതൽ അധ്യാപകർ ഉപയോഗിക്കുന്നതും അത് തന്നെയാണ്. അതിന് വേറൊരു രസകരം എന്താ വെച്ചാൽ ഈ ഗൂഗിൾ ഫോം കാണുമ്പോൾ ഇപ്പൊ കുട്ടികൾക്ക് പേടിയാവാൻ തുടങ്ങി. ഇത്തരം പരീക്ഷ വരുന്നില്ല. അപ്പോ ഇതിനെ വേറെ ഏതെങ്കിലും രീതിയിൽ പ്രൊഡക്റ്റീവായിട്ട് മാറ്റാൻ പറ്റുമോ എന്നുള്ള അന്വേഷണത്തിൽ നെറ്റിലൊക്കെ സെർച്ച് ചെയ്തപ്പോഴാണ് ഇത്തരത്തിലുള്ള സാധ്യതകൾ അതിനുണ്ട് എന്ന് മനസ്സിലായത്. അപ്പൊ അത് ആദ്യം നമ്മൾ കുട്ടികൾക്ക് മാർക്ക് ലിസ്റ്റ് കൊടുക്കാൻ വേണ്ടിയിട്ട് ഒരു ഫോം തയ്യാറാക്കാണ് സ്കൂളിൽ ചെയ്തത്. അത് വളരെയധികം സ്വീകരിക്കപ്പെട്ടു. പല സ്കൂളുകളും അത് ഉപയോഗിക്കാൻ തുടങ്ങി. പിന്നീടാണ് ഇത്തരത്തിൽ ഗാന്ധി ജയന്തിക്ക് എന്തെങ്കിലും ഒരു വേറിട്ട പ്രോഗ്രാം നമ്മൾ സ്കൂളിൽ ചെയ്യണം എന്ന് തീരുമാനിക്കേണ്ടായത്. ഈ കാലത്ത് ഏറ്റവും അനുയോജ്യമായിട്ട് ഈ കുട്ടികളുടെ രചനകൾ ഇങ്ങനെ അപ്പൊ എല്ലാവരും ഗാന്ധി പതിപ്പ് ഉണ്ടാക്കുന്ന കയ്യെഴുത്ത് മാസികകളായിട്ടാണ്. അപ്പൊ അതിൽ നിന്നൊന്ന് മാറിയിട്ട് ഇതിനെങ്ങനെ ഉപയോഗിക്കാൻ പറ്റുമെന്നൊന്ന് ആലോചിച്ച് നോക്കിയതാ. അങ്ങനെ ആലോചിച്ച് നോക്കിയപ്പോ അത് വളരെ വിജയം കണ്ടു. 9A ക്ലാസ്സിലാണ് ആദ്യമായിട്ട് അത് പരീക്ഷിച്ചത് ആനക്കര സ്കൂളിൽ. അപ്പോ കുട്ടികൾ വളരെ ആവേശത്തോടെ അത് സ്വീകരിച്ചു. അവരെഴുതുന്ന രചനകൾ അപ്പൊ തന്നെ ഓട്ടോമാറ്റിക്കലി ഡിസൈൻ ചെയ്ത് ഒരു പേജായിട്ട് ക്രിയേറ്റ് ചെയ്യപ്പെടുന്നു. അത് എന്റെ മെയിലിലേക്ക് വരുന്നു. ഞാനത് അപ്പൊ തന്നെ കുട്ടികൾക്ക് തിരിച്ചയച്ചു കൊടുക്കുന്നു. ഇത് കളക്ട് ചെയ്ത ഒരു പതിപ്പായിട്ട് അപ്പൊ തന്നെ പുറത്തിറക്കി. 2-ാം തീയതി തന്നെ പുറത്തിറക്കി. അത് വളരെയധികം വിജയം കണ്ടു. നമ്മളത് നമുക്കറിയുന്ന വാട്സ്ആപ്പ് ഗ്രൂപ്പുകളൊക്കെ ഷെയർ ചെയ്ത് കൊടുത്തപ്പോ നല്ലൊരു ഐഡിയ മനസ്സിലായി. അതിന്റെ ഒരു കോപ്പി SIET ഡയറക്ടർ ശ്രീ B അവരാജ് സാർക്ക് അയച്ചു കൊടുത്തു. അദ്ദേഹം അത് വളരെ പോസിറ്റീവായിട്ട് എടുക്കുകയും ആ ലിങ്കിൽ കൂടെ തന്നെ ഒരു സൃഷ്ടി അപ്പൊ തന്നെ എഴുതുകയും അത് ഞങ്ങളുടെ പതിപ്പിൽ ഒരു പേജായിട്ട് മാറുകയും ചെയ്തു. അത് വളരെ ഒരു അഭിമാനത്തോടെ നമുക്ക് പറയാൻ കഴിയുന്ന കാര്യമാണ്. കോവിഡ് കാലത്തും കുട്ടികളെ കുറച്ചുകൂടെ ആക്റ്റീവ് ആക്കാനും ക്രിയേറ്റീവ് ആക്കാനും ശ്രമിക്കുന്ന തോംസൺ മാഷാണ് നമ്മുടെ കൂടെ ഇന്ന് ഗുഡ് മോർണിംഗിൽ ജോയിൻ ചെയ്തിരിക്കുന്നത്. സ്റ്റേ ട്യൂൺ. കൊറോണ കാലത്ത് കുട്ടികൾ വെറുതെ വീട്ടിലിരുന്ന് പഠിക്കാതെ സമയം കളയുന്നുണ്ടോ? എങ്കിൽ തീർച്ചയായിട്ടും തോംസൺ മാഷിനെ പോലുള്ള ഒരു മാഷ് ആ സ്കൂളിന് ആവശ്യമാണ് കേട്ടോ. കാരണം കുട്ടികളെ കുറച്ചുകൂടെ ക്രിയേറ്റീവ് ആക്കാൻ മാഷ് ചെയ്യുന്നത് കുട്ടികൾക്ക് വേണ്ടി സ്വന്തമായിട്ടൊരു പതിപ്പ് ഇറക്കുകയാണ്. അവരുടെ സൃഷ്ടികൾ ഓൺലൈനിൽ അപ്ലോഡ് ചെയ്തുകൊണ്ട്. അതിന്റെ വിശേഷങ്ങൾ സംസാരിച്ചുകൊണ്ട് നമ്മുടെ കൂടെയുണ്ട് ആനക്കര GHSSലെ മാത്സ് അധ്യാപകൻ തോംസൺ മാഷ്. അപ്പം കുട്ടികൾക്ക് ആക്ച്വലി ഇതൊരു വലിയൊരു പ്രോത്സാഹനമായി മാറിക്കഴിഞ്ഞു അല്ലേ? വലിയ പ്രോത്സാഹനമായിട്ട് മാറി. കാരണം അവർ കണ്ടെത്തി എന്തെഴുതിയാലും അത് അപ്പൊ തന്നെ ഒരു പേജായിട്ട് അവർക്ക് കിട്ടുക എന്നൊക്കെ പറഞ്ഞു. ഞാനും ചെറിയ കാലത്ത് പ്രീ ഡിഗ്രി കാലത്തും കോളേജ് കാലത്തൊക്കെ കഥയും കവിതയൊക്കെ കുട്ടികൾക്ക് വേണ്ടി എഴുതിയിരുന്ന പൂമ്പാറ്റയിലും ബാലഭൂമിയിലൊക്കെ. അപ്പോ നമുക്കറിയാൻ ഒരു സന്തോഷം. അച്ചടി മഷി പുരണ്ട് നമ്മുടെ വാക്കുകൾ അല്ലെങ്കിൽ നമ്മുടെ അക്ഷരങ്ങൾ വരുന്നത് കാണുന്ന ഒരു സന്തോഷമുണ്ട്. ആ സന്തോഷം കുട്ടികൾക്ക് കൂടി പകർന്നു കൊടുക്കുക എന്നുള്ളതാണ് ഇതിന്റെ പ്രധാനപ്പെട്ട ഉദ്ദേശം ഉണ്ടായിരുന്നു. ഇത് പല സ്കൂളുകാരും വിളിച്ചു ചോദിച്ചപ്പോൾ ഇത് വളരെ ക്രിയേറ്റീവ് ആയിട്ട് നമുക്ക് ചെയ്യാൻ കഴിയുമെന്ന് തോന്നി. അതാണ് ഇതിന്റെ ഒരു അടിസ്ഥാനം ഉണ്ടായത്. നമ്മൾ പരീക്ഷാടിസ്ഥാനത്തിലാണ് 9A ഇത് നടപ്പിലാക്കിയത്. പക്ഷെ വളരെ വലിയൊരു സ്വീകാര്യതയാണ് ഇപ്പൊ അതിന് കിട്ടിയത്. അതിനിപ്പം സ്കൂൾ മുഴുവനും വേണമെങ്കിൽ മറ്റു സ്കൂളുകൾക്കും എല്ലാവർക്കും ഉപയോഗിക്കാവുന്ന ഒരു രീതിയിലേക്ക് എല്ലാവർക്കും ഉപയോഗിക്കാവുന്ന ഒരു പ്ലാറ്റ്ഫോമിൽ ഇപ്പോ ഞാൻ തന്നെ LT കേരള ലേണിംഗ് ടീച്ചേഴ്സ് കേരള എന്ന് പറഞ്ഞ അധ്യാപക കൂട്ടായ്മ ഉണ്ട് ഞങ്ങൾക്ക്. ആ അധ്യാപക കൂട്ടായ്മ കഴിഞ്ഞ 2 മാസത്തോളമായിട്ട് 4000-ഓളം അധ്യാപകരെ ഇത്തരത്തിൽ ഓൺലൈൻ വിദ്യാഭ്യാസം സപ്പോർട്ട് ചെയ്യുന്ന പല സോഫ്റ്റ്വെയറുകളും എല്ലാം പരിചയപ്പെടുത്തി കൊടുക്കണ്ടായിരുന്നു. ഓരോ ടീച്ചേഴ്സിനെയും സ്വയം പര്യാപ്തമാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നത്. ആ പ്ലാറ്റ്ഫോമിൽ തന്നെ 4000 പേർക്ക് നമ്മൾ പരിശീലനം കൊടുത്തു കഴിഞ്ഞു. കേരളത്തിലെ എല്ലാ ജില്ലയിലുമുള്ള ടീച്ചേഴ്സ് ഉണ്ട് അതിൽ. അപ്പൊ ആ പ്ലാറ്റ്ഫോമിൽ തന്നെ ഇതിന്റെ ഒരു പരിശീലനം കൂടി നമ്മൾ അടുത്ത 2 ദിവസങ്ങളിൽ ആരംഭിക്കാൻ വേണ്ടി തീരുമാനിച്ചിരിക്കുകയാണ്. ഇത്രയും സ്കൂളുകളെ ടീച്ചേഴ്സിന്റെയും അവരുടെ കുട്ടികളെയും ഉൾപ്പെടുത്തിക്കൊണ്ട് ഈ വരുന്ന നവംബർ 14 ശിശുദിനത്തിന് ഒരു മഹാപതിപ്പ് തയ്യാറാക്കണം എന്നാണ് ഇപ്പോൾ പുതിയ ആഗ്രഹം ഉള്ളത്. അതിൽ പരമാവധി 1000 പേജോളം വരുന്ന ഒരു ശിശുദിന പതിപ്പ് തയ്യാറാക്കാനുള്ള ഒരുക്കങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്.
അപ്പൊ തീർച്ചയായിട്ടും ഈ കൊറോണ കാലത്ത് കുട്ടികളെ കുറച്ചുകൂടെ ക്രിയേറ്റീവ് ആക്കി വെക്കാൻ മാഷിനെ പോലുള്ള ആളുകൾ ചെയ്യുന്നത് വലിയൊരു കാര്യം തന്നെയാണ്. പക്ഷെ ഈ ഒരു സമയത്ത് എങ്ങനെയാണ് കുട്ടികൾ ഓൺലൈൻ ക്ലാസ്സിനെ നോക്കിക്കാണുന്നത്? അതിൽ അവർ എത്രത്തോളം എഫേർട്ട് എടുക്കുന്നുണ്ട്? പഴയതുപോലുള്ള പഠിത്തം ഇപ്പൊ സംഭവിക്കുന്നുണ്ടോ? തുടങ്ങുന്ന സമയത്ത് വളരെ ആവേശത്തോടെ പഠിച്ചിരുന്ന ഇതിന്റെ ലേശം കുറവ് വന്നിട്ടുണ്ട് തന്നെയാണ് വാസ്തവം. അതുമാത്രമല്ല, പിന്നെ പല കുട്ടികൾക്കും മൊബൈൽ ഫോണും മറ്റുള്ള നെറ്റിന്റെ പരിമിതികളൊക്കെ ഉള്ളത് കൊണ്ട് ചില കുട്ടികൾ ഇതിന്റെ മുഖ്യധാരയിൽ നിന്ന് മാറിപ്പോകുന്നുള്ള സങ്കടം കൂടിയുണ്ട്. പലരും കുട്ടികൾ ഇന്നലെയും കൂടി കുട്ടികൾ വിളിച്ചിട്ട് മാഷേ ഞാനൊരു ഫോൺ മേടിച്ചു, എന്നെയും കൂടി ഗ്രൂപ്പിൽ ചേർക്കണം എന്നൊക്കെ പറഞ്ഞ് വിളിക്കുന്ന സമയത്ത് അവരുടെ സന്തോഷം അത് വേറെ. ഇതുവരെ പങ്കെടുക്കാൻ പറ്റാത്ത ഇതുവരത്തെ ക്ലാസ്സുകളൊക്കെ ഞങ്ങൾക്ക് അയച്ചു തരാം എന്ന് പറയുമ്പോൾ ഉണ്ടാവുന്ന വിഷമം രണ്ടും ഒരേപോലെ നമ്മൾ അനുഭവിക്കുന്ന ആൾക്കാരാണ്. പഠനം എന്ന് പറയുന്നത് വെറും വീട്ടിലിരുന്ന് നടക്കുന്ന മാത്രം, സ്കൂളിൽ വരുമ്പോൾ കിട്ടേണ്ടുന്ന വേറെ ചില കുറെ ഗുണങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ. തീർച്ചയായിട്ടും കൂട്ടായിട്ട് പ്രവർത്തിക്കുന്ന കാര്യങ്ങളെല്ലാം ഇതൊക്കെ അവർക്ക് നഷ്ടമാവുന്നത് ഇപ്പൊ അവർ അനുഭവിക്കാൻ തുടങ്ങിയിട്ടുള്ളതാണ് വാസ്തവം. അപ്പോ അത്തരത്തിലുള്ള പ്രശ്നങ്ങളുണ്ട്. പക്ഷെ കൊറോണയാണ്, നമ്മൾ ഒരു കാലത്തും സമാനതകളില്ലാത്ത ഒരു കാലഘട്ടം ആയതുകൊണ്ട് നമ്മളും ഇത് എങ്ങനെയാണ് ഇതിന് മുന്നോട്ട് പോകേണ്ടത് എന്നുള്ള കൺഫ്യൂഷൻ നമുക്കും ഇല്ലാകില്ല. ഓക്കെ, പക്ഷെ അങ്ങനെ ഒരു സമയത്തും മാഷിനെ പോലുള്ള ആളുകൾ ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ ഒരു കാര്യം അവർക്ക് കുറച്ചെങ്കിലും ബാക്ക് ടു സ്കൂൾ എന്നുള്ള ഒരു ഫീല് കൊടുക്കാൻ സഹായിക്കുന്ന ഒരു കാര്യമാണ്. ആ ഒരു പ്രവർത്തനത്തിന് എല്ലാവിധ ആശംസകളും അഭിനന്ദനങ്ങളും. നന്ദി. തോംസൺ മാഷിന്റെ വിശേഷങ്ങളാണ് ഇപ്പൊ നമ്മൾ കേട്ടത് ഇന്നത്തെ ഗുഡ് മോർണിംഗിൽ. സ്റ്റേ ട്യൂൺ.